ഹെവൻലി ഹേർഡ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പലരും നമ്മളെ വിളിച്ചു ചോദിച്ചിരുന്നു എന്ത് പറ്റി എന്നുള്ള കാര്യം. ഞാൻ കുറച്ച് ജോലിയുടെ തിരക്കൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ കുറച്ചായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നുള്ള തഞ്ചാവൂരുള്ളൊരു ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മളൊരു തീരുമാനമെടുത്തു. നമ്മൾ വീണ്ടും പുതിയ ബ്രീഡുകളെ കുറിച്ച് നിങ്ങളിലേക്ക് അറിവുകൾ എത്തിക്കാൻ വേണ്ടി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഹല്ലിക്കർ പശുക്കളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പശുക്കളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ കാണാം. ഇന്ന് നമുക്ക് ഹള്ളിക്കർ എന്ന നാടൻ പശുക്കളിലെ ഒരു ഇനത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാം. കർണാടകയിൽ കാണുന്ന പ്രത്യേക ഇനം ഒരു പശുക്കളാണ് ഹള്ളിക്കർ പശുക്കൾ. പരമ്പരാഗതമായി പശുക്കളെ വളർത്തുന്ന ഹള്ളിക്കർ സമുദായത്തിൽ നിന്നുമാണ് ഇവർക്ക് ഈ പേർ ലഭിച്ചത്. ദക്ഷിണ കർണാടകയിലെ മൈസൂർ, മാണ്ഡ്യ, കോലാർ, ഹാസൻ, ബാംഗ്ലൂർ, തുങ്കൂർ, രാമനഗര, മഗടി, കനക്പുര എന്നീ ജില്ലകളിലാണ് ഹള്ളിക്കർ പശുക്കൾ കൂടുതലായി കാണപ്പെടുന്നത്. നീളമുള്ളതും പിന്നിലേക്ക് വളഞ്ഞതുമായ കൊമ്പുകൾ, വലിപ്പമുള്ള ശരീരം, വെള്ളയും ചാരനിറവും കലർന്ന കറുപ്പ് നിറം എന്നിവയാണ് ഹള്ളിക്കർ പശുക്കളുടെ പ്രധാന സവിശേഷതകൾ. നിലമുഴുവാനായി പണ്ടുകാലം മുതൽക്കേ കർഷകർ കാളകളെ ഉപയോഗിച്ചു പോന്നു. എന്നാൽ ലോകത്തിൽ തന്നെ നിലമുഴുവാനായി കാളകളെപ്പോലെ തന്നെ പശുക്കളെയും ഉപയോഗിക്കുന്ന ഒരേ ഒരു ഇനം ഹള്ളിക്കർ പശുക്കൾ മാത്രമാണ്. ഇവയ്ക്ക് 18 മുതൽ 20 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യുവാനുള്ള കരുത്തുണ്ട്. 2 മുതൽ 3 ലിറ്റർ വരെ പ്രതിദിന പാലുൽപാദനക്ഷമതയും ഇവയ്ക്കുണ്ട്. പാലുൽപാദനത്തിനും കൃഷിക്കും കൂടാതെ കാളയോട്ട മത്സരങ്ങൾക്കും ആചാരപരമായ ഘോഷയാത്രകൾക്കും കാളവണ്ടി വലിക്കുവാനുമൊക്കെ ഈ ഇനത്തിൽപ്പെട്ട പശുക്കളെയും കാളകളെയും വ്യാപകമായി ഉപയോഗിക്കുന്നു. കർണാടക, തമിഴ്നാട് അതിർത്തിയിലുള്ള 100 കണക്കിന് ഗ്രാമങ്ങളിൽ ഇന്നും ഈ പശുക്കളെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഇവയ്ക്കുള്ള സ്മരണാർത്ഥം എന്ന നിലയിൽ 2000 ഇവയുടെ ചിത്രം വെച്ചുകൊണ്ട് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്.